കൊച്ചുകുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നത് സ്വന്തം വീടുകളിലാണ്. ഉറ്റ ബന്ധുക്കളാൽ അതിക്രമം നേരിടുന്ന കുഞ്ഞുങ്ങൾ ഇക്കാര്യം പുറത്തു പറയാൻ പോലും ഭയപ്പെടും. ഡൽഹിയിൽ നിന്ന് വേനലവധിക്ക് ആലപ്പുഴ മാവേലിക്കരയിലെ അച്ഛൻ്റെ വീട്ടിലെത്തിയ 8ഉം 9ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചത് സ്വന്തം മുത്തച്ഛനാണ്. ആ കേസിൽ പ്രതി അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പരാതി പിൻവലിപ്പിക്കാനുള്ള പ്രതിഭാഗത്തിൻ്റെ സമ്മർദ്ദവും ഭീഷണിയും. ഒടുവിൽ മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്ന അമ്മയ്ക്കെതിരെ കള്ളക്കേസും. നമ്മുടെ നിയമ സംവിധാനങ്ങളും പോലീസും ഉൾപ്പെടെ പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുകയാണോ? പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. പോക്സോ കേസിൽ ഇരകളായ 2 പെൺമക്കൾക്ക് വേണ്ടി കഴിഞ്ഞ 2 വർഷമായി നിയമ പോരാട്ടം നടത്തുന്ന ഒരച്ഛനും അമ്മയുമുണ്ട് നമ്മുടെ നാട്ടിൽ. ആലപ്പുഴ സ്വദേശികളായ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് സ്വന്തം മുത്തച്ഛനാണ്. 2022 മാർച്ച് മുതലുള്ള കാലയളവിൽ നടന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ പ്രതിയെ സംരക്ഷിക്കാൻ, കേസ് അട്ടിമറിക്കാനും പോലീസിൻ്റെയും വക്കീലിൻ്റെയും ഭാഗത്തുനിന്ന് പല ശ്രമങ്ങളും ഉണ്ടായി. ഒടുവിൽ പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾക്കെതിരെ ആലപ്പുഴ മാന്നാർ പോലീസിൻ്റെ പ്രതികാര നടപടിയും. കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി ജയിലിലടച്ചത് 3 ദിവസമാണ്. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് കള്ളക്കേസെന്ന് ഇരകളുടെ മാതാപിതാക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. മാർച്ചിൽ ഡൽഹിയിൽ നിന്നും അവധിക്ക് ആലപ്പുഴ മാവേലിക്കരയിലുള്ള അച്ഛന്റെ വീട്ടിലെത്തിയപ്പോഴാണ് 8ഉം 9ഉം വയസ്സുള്ള സഹോദരിമാർ ലൈംഗിക അതിക്രമത്തിന് ഇരകളായത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ കുട്ടികളെ സ്വന്തം മുത്തച്ഛൻ പീഡിപ്പിക്കുകയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ് മോൾക്കുണ്ടായ അനുഭവങ്ങൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. മോൾ എഴുതിയ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി മോൻ വന്ന് ബഹളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ്. അന്നേരം മോള് ഓടി അമ്മൂമ്മ എടുത്തേലും അമ്മൂമ്മ ഒരു അപ്പൂപ്പന്മാരൊക്കെ ആയ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞു മോളെയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും മെന്റലി അത്രയും ഇതായി. മൂത്ത മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ മുത്തച്ഛൻ 30 ദിവസത്തോളം ജയിലിൽ കിടന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിനിടെയാണ് ചൈൽഡ് ലൈന്റെ പരിശോധനയിൽ ഇളയ കുട്ടിയും പീഡനത്തിന് ഇരയായ വിവരം അറിഞ്ഞത്. ഇതിൽ ചൈൽഡ് ലൈൻ പരാതി നൽകിയെങ്കിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികൾ ഉണ്ടായില്ല. ആദ്യത്തെ കേസിൽ ആലപ്പുഴ മാവേലിക്കര കോടതിയിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് കേസ് അട്ടിമറിക്കാനും സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ പ്രതിഭാഗത്തിൽ നിന്നും ഉണ്ടായത്. വളരെ സീക്രട്ടായിട്ട് വന്ന് എന്നാൽ അവർ അറസ്റ്റ് ചെയ്യും അങ്ങനെയുള്ളതില്ല. ഞങ്ങൾ വന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ CWCയിലാക്കണം, നിങ്ങൾ രണ്ടുപേരും ഇപ്പം വരണം, നിങ്ങൾക്കെതിരെ വലിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ ആരുടെയോ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവരവിടെ ഇരിപ്പുണ്ട്, SP ഇപ്പം നിങ്ങളെ കാണണം, ഇപ്പം ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യം ഇവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. ഇവരൊരു പേപ്പർ ഞങ്ങളെ കാണിക്കുന്നില്ല. എന്നാൽ അറസ്റ്റ് മെമ്മോ ഉണ്ടോ? അതില്ല. ഒരു പേപ്പർ ഞങ്ങളെ കാണിക്കുന്നില്ല. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, നിങ്ങളിപ്പം ഞങ്ങളുടെ വന്നേ പറ്റില്ല. ഏതൊരു പ്രൈവറ്റ് വെഹിക്കിളിലാണ് ഇവർ വന്നത്. ആ പ്രൈവറ്റ് വെഹിക്കിളിൽ കയറി ഞാനും ഹസ്ബൻഡും പോകണം, കുഞ്ഞുങ്ങളെ അവർ CWCയിലാക്കും, ഇതാണ് പറഞ്ഞത്. അതിനിടെ കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി 3 ദിവസം ജയിലിൽ അടച്ചു. ഈ മാസം 9-ന് അറസ്റ്റിലായ മാന്നാർ സ്വദേശിനിയായ യുവതി തിങ്കളാഴ്ച ജാമ്യം കിട്ടി പുറത്തിറങ്ങി. തനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതി കെട്ടിച്ചമച്ചതെന്ന് കുട്ടികളുടെ അമ്മ പറയുന്നു. അതിന് പിന്നിൽ പോക്സോ കേസിലെ പ്രതിയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ എന്നാണ് ആരോപണം. ഈ സംഭവം ബെയിൽ കിട്ടിയതിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം, ഇദ്ദേഹത്തിന് ഈ കേസിന്
കുറ്റമുക്തനാക്കിയാണ് കോടതി വിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ നാടും വീടും വിട്ടുപോയിക്കണം. ഞാൻ ഏത് വക്കീലത്? ആ വക്കീലിൻ്റെ പേര് ഫെനി ബാലകൃഷ്ണൻ എന്നാണ്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫിന് 21 കോൾ ചെയ്തു. 21 കോളിൻ്റെ റെക്കോർഡ്സ് ഞാൻ ഇപ്പം സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ കോൾ റെക്കോർഡ്സ് ഉണ്ട്. അച്ഛനെ അറസ്റ്റ് ചെയ്തായിരുന്നു? അറസ്റ്റ് ചെയ്തു. അദ്ദേഹം റിമാൻഡിൽ പോയി 30 ഡേയ്സിനുള്ളിൽ തിരിച്ചു വന്നു. 30 ഡേയ്സിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ സാറിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം രശ്മിയെ നേരെ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക്, മാന്നാർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് CAയും ഈ വക്കീലും ഓട്ടിരിപ്പുണ്ട്, ഈ ഫെനി ബാലകൃഷ്ണൻ, അവിടെ നിന്ന് ത്രട്ടനിങ് ആണ്. എന്നാൽ കുട്ടികളുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല എന്നും അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. ഇരകളുടെ മാതാപിതാക്കൾ ഉൾപ്പെട്ട കേസ് താൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേസുകൾക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്നും ഫെനി ആരോപിച്ചു. അല്ല, അതല്ല, അതിൽ യാതൊരു കാര്യമില്ല. അതിനകത്ത് വെച്ചാൽ അവരെ വിളിക്കേണ്ട എനിക്ക് യാതൊരു കാര്യമില്ല. എന്താ വെച്ചാൽ പോക്സോ കോടതിയിൽ ഓൾറെഡി കേസ് പരിഗണനയിലാണ്. അവർ മൊഴി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. മൊഴി കൊടുത്ത കേസിനകത്ത് പിന്നെ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്കറിഞ്ഞു അവർക്ക് പോയ പൈസ അവർ പരാതി കൊടുത്ത് അവരുടെ രേഖമൂലം എന്തായാലും ഒരാളെ കൊണ്ട് പരാതി കൊടുക്കാൻ, എനിക്കിപ്പോൾ ശരണയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനോ, ശരണയിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലല്ലേ പരാതി നില നിൽക്കത്തുള്ളൂ. അവരെ വെട്ടിച്ചു തട്ടിപ്പ് നടത്തി അവർക്ക് ഫുൾ റെക്കോർഡ്സ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാന്നാർ പോലീസിൽ ഹാജരാക്കി അവരെ അന്വേഷണം നടത്തിയതിന് ശേഷമേ പ്രതി അറസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. നേരത്തെ തെലങ്കാനയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കേസുകളുണ്ടെന്നും പ്രതിഭാഗം ആരോപിക്കുന്നു. എന്നാൽ പോക്സോ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. സ്വന്തം വീടിനുള്ളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്ന മറ്റൊരു കേസായിരുന്നു കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിക്രമം നടത്താനായി പ്രതി വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ഇതിനിടയിൽ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇയാളാണോ പ്രതിയെന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുലർച്ചെ 2-നും 2:30-നും ഇടയിൽ അതിക്രമം നടത്താനായി പ്രതി വീട്ടിലേക്കെത്തുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. സമീപത്ത് തന്നെയുള്ള വീട്ടിലെ CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇതിനിടയിൽ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായ യുവാവ് പീഡന കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത ഇയാളുടെ DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ നാട്ടിൽ നിന്ന് കാണാനില്ലായിരുന്നു. ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കാണ് പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. മുത്തച്ഛനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയത്. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. 3 DYSPമാരുടെ നേതൃത്വത്തിൽ 25 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കുട്ടിയുടെ മൊഴിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. 2 വർഷം മുൻപ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു അനാഥ യുവതി. 1.5 വർഷം അവൾ അബോധാവസ്ഥയിലായിരുന്നു. സ്വബോധത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ച പ്രതികളെക്കുറിച്ച് അവൾ പോലീസിന് വിവരം നൽകി. പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് കുന്നമംഗലം പോലീസ് 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അനാഥ യുവതിയെ
ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിക്കുകയും മുഖത്ത് ചൂടുവെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന കേസിലാണ് മലപ്പുറം കൊണ്ടോട്ടി പട്ടാമ്പി സ്വദേശികൾ പിടിയിലായത്. ലാണ് കേസിനാസ്പദമായ സംഭവം. ഫോണിലൂടെ പരിചയപ്പെട്ട സ്ത്രീയെ കുന്നമംഗലം ഓടയാടിയിലെ ഫ്ളാറ്റിലെത്തിച്ച പ്രതികൾ പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡനശേഷം മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ക്രൂരമായ ഉപദ്രവത്തെ തുടർന്ന് ഇവർ 1.5 വർഷത്തോളം അബോധാവസ്ഥയിലായിരുന്നെന്ന് പോലീസ് പറയുന്നു. പിന്നീട് പുളിക്കലുള്ള ഒരു സ്ഥാപനത്തിൽ അന്തേവാസിയായി താമസിച്ച ചികിത്സ തുടർന്നു വരികയാണ്. സാധാരണ നിലയിലെത്തിയതോടെ കുന്നമംഗലം CI ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പ്രതികളിലേക്ക് എത്തിയത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ P. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ഫൈസൽ, പട്ടാമ്പി പരദൂർ സ്വദേശി മുഹമ്മദ് ഷബീൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മൊബൈൽ നമ്പരും താമസിച്ചിരുന്ന വീടും മാറിയത് പോലീസിന് പ്രതിസന്ധിയായിരുന്നു. ഏതാനും ദിവസം മുൻപ് പ്രതികൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തെത്തിയെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം കൊണ്ടോട്ടി ഭാഗങ്ങളിൽ നിന്നും പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം. പ്രതികളുടെ ചിത്രം അതിജീവിതയെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷമാണ് പിടികൂടിയത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. പരാതിക്ക് പിന്നാലെ രാജ്യം വിട്ട പ്രതിക്കായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. പിന്നാലെ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനിടെ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI AS സരിൻ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതായി ആരോപണം. AS സരിൻ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും കൊലപാതകത്തിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞതായും മരിച്ച നിമ്മി എന്ന യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് നോട്ടീസ് ഇറക്കിയത്. പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നുള്ള ഭീഷണി കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതിനാൽ വിദേശത്തെത്തിയെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. നിലവിൽ സിംഗപ്പൂരിലാണ് എന്നാണ് ഇയാൾ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതി ജർമ്മനിയിലാണ് എത്തിയതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് രാഹുൽ. ഇയാളുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങി. അതിനിടെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ രാഹുലിനെ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കൊപ്പമാണ് രാഹുൽ ബംഗളൂരുവിലേക്ക് പോയത്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചിരുന്നെങ്കിലും ഇരുവരും ഹാജരായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതിനിടെ യുവതിയുമായി രാഹുൽ കോഴിക്കോട്ടെ ആശുപത്രിയിൽ എത്തിയത് മെയ് 12 പുലർച്ചെ 4 മണിക്കാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. യുവതിയുടെ നെറ്റിയിൽ മുഴയും ചുണ്ടിൽ മുറിവും ഉണ്ടായിരുന്നു. പേടിച്ചു വിറച്ച് ഒന്നും സംസാരിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു യുവതി. ബാത്റൂമിൽ വീണതാണ് എന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത്. രാവിലെ 7 മണിയോടെ സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങി ഇവർ പോയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI AS സരിൻ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതായി ആരോപണമുയർന്നു. മാറാട് സ്വദേശിയായ നിമ്മി ഭർത്തൃവീട്ടിൽ മരിച്ചത് സംബന്ധിച്ച് പിതാവ് ബാബുരാജ് നൽകിയ പരാതി അന്വേഷിച്ചിട്ടില്ലെന്നാണ് ആരോപണം. പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും കൊലപാതകത്തിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞതായും ഇവർ ആരോപിക്കുന്നു. നിമ്മി തൂങ്ങി മരിച്ചത് തന്നെയാണെന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ അതിന് കാരണങ്ങളുണ്ടാകല്ലോ, അതിന് കാരണങ്ങളുണ്ടല്ലോ സാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണങ്ങളുണ്ടാവും. കാരണങ്ങളില്ലാണ്ട് നോക്കില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞ് നമ്പർ ഞാൻ പറഞ്ഞു എന്നാലും അവരൊന്ന് വിളിച്ച് ചോദ്യം ചെയ്യേണ്ട സാറേ ചോദിച്ച്. അപ്പോൾ എടുത്ത വഴിക്ക് ഇന്നലെ കഴിച്ച് മരുവാൻ്റെ നമ്പറും മരുവാൻ്റെ അളിയൻ്റെ നമ്പറും കൊണ്ടാണ്. അങ്ങനെ ഈ 2 പേരെ നമ്പർ ഞാൻ കൊടുത്ത്
ACBക്ക് കൊടുത്തു, 2 പേരെ നമ്പറും കൊടുത്തു. പിന്നെ ഞാൻ ചെന്ന്, പിന്നെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ചെന്നു, നമ്മൾ ആവശ്യമാണല്ലോ, അവർ വിളിക്കില്ല, അവർക്ക് ഒരുപാട് കാര്യങ്ങളും ഒക്കെ തലയിലുള്ളതായിരിക്കും, കൊണ്ട് വിളിക്കലുണ്ടാവില്ല. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് പന്തീരങ്കാവ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കണം. പന്തീരങ്കാവിൽ തൃപ്തികരമല്ലാണ്ടായപ്പോഴാണ് മൂപ്പര് കമ്മീഷണർ അടുത്തേക്ക് വന്നത്. കമ്മീഷണർ പിന്നെയും അങ്ങോട്ട് തന്നെയാണ് പറഞ്ഞയക്കാൻ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ വേറൊരു സ്നേഹിതനെ വെച്ചിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 11-നാണ് നിമ്മിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മൃദുൽ യുവതിയെ മർദ്ദിച്ചതായും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നതായും ആരോപിച്ചാണ് അച്ഛൻ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ആലുവയിലെ മോഫിയ പർവീണിന്റെ പിതാവ് ഇന്നും നീതി തേടി അലയുകയാണ്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ച് 1.5 വർഷമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചിട്ടില്ലെന്നും മോഫിയ പർവീണിന്റെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. സ്ത്രീധന പീഡനങ്ങളിലെല്ലാം പോലീസിന് മെല്ലെപ്പോക്ക് നയമാണ്. പന്തീരങ്കാവിൽ CI സരിനെങ്കിൽ ആലുവയിൽ ആരോപണ വിധേയൻ SHO ആയിരുന്ന സുധീറാണെന്നും ദിൽഷാദ് കുറ്റപ്പെടുത്തി. ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും ആരോപിച്ചാണ് മോഫിയ പർവീൺ 2021 ജീവനൊടുക്കിയത്. 2.5 വർഷമായി മോഫിയ പർവീൺ മരിച്ചിട്ട്. ആ കാലത്ത് പ്രതികൾ കുറച്ചുകാലം ജയിലിൽ കിടന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1.5 വർഷമാകുന്നു. എന്നാൽ വിചാരണ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചിട്ടില്ലെന്നും മോഫിയ പർവീണിന്റെ പിതാവ് ദിൽഷാദ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ 1, 2, 3 പ്രതികൾ ഏകദേശം എനിക്ക് 40-50 ദിവസം ജയിലിൽ കിടന്നുള്ളൂ. പുറത്തിറങ്ങി നമുക്ക് നിരന്തരമായ ശല്യമാണ്. നിരന്തരമായ ശല്യം എന്ന് പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തി, അവനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരേ പ്രശ്നങ്ങളും എനിക്കും മകനും എൻ്റെ ഭാര്യയ്ക്കും എതിരെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുനരന്വേഷണം വേണമെന്ന് ഞാൻ സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 3 പ്രതികളല്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനരന്വേഷണം നടത്താൻ മിക്കവാറും ചാൻസ് ഉണ്ട്. പോലീസ് എപ്പോഴും പ്രതികളുടെ ഒപ്പമാണെന്നും പിതാവ് ആരോപിക്കുന്നു. അവിടെ CI സരിനെങ്കിൽ ഇവിടെ സുധീർ. തന്റെ മകളുടെ ജീവനെടുത്തത് CIയുടെ മോശം പെരുമാറ്റം കൊണ്ടാണ്. പോലീസുകാർ പ്രതികളുടെ ബ്രോക്കർമാരായാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CL സുധീർ അയാളിപ്പോൾ അർത്തിങ്കൽ SHO ജോലി ചെയ്യുന്നതാണ്. എന്താ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആളൊക്കെ ഇതിനകത്ത് പ്രതിപ്പട്ടിയിൽ വരേണ്ട ആളാണ്. ഞാൻ എൻ്റെ മകളുടെ പരാതി കൊടുത്തത് അന്നത്തെ റൂറൽ SP കാർത്തികിനാണ്. കാർത്തിക് അത് താഴത്തേക്ക് DSPക്ക് അയച്ച്, DSP ആണ് CIക്ക് അയക്കുന്നത്. ഈ CIക്ക് ഉള്ള ഉത്തരവാദിത്തം അതേ ഉത്തരവാദിത്തോടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം SPക്കും DSPക്കും ഉള്ളത്. പക്ഷെ അവരൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത്. ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും ആരോപിച്ചാണ് മോഫിയ പർവീൺ 2021 നവംബർ 21 ആത്മഹത്യ ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. അങ്ങാടിപ്പുറം സ്വദേശി മുഹമ്മദ് ബിൻഷാദിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളാണ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തലിലേക്ക് നയിച്ചത്. തുടർന്ന് ബിൻഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചവരെ വിശദമായി ചോദ്യം ചെയ്യുകയും കൊലപാതകത്തിൻ്റെ ചുരുളഴിയുകയും ചെയ്തു. പൊന്നിയാകുറിശ്ശിയിൽ താമസിച്ചിരുന്ന അങ്ങാടിപ്പുറം സ്വദേശി മുഹമ്മദ് ബിൻഷാദാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഞായറാഴ്ച മരിച്ചത്. ആന്തരികമായി ഉണ്ടായ ഗുരുതര പരിക്കുകളാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി.
തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. ബിൻഷാദിന്റെ സുഹൃത്തുക്കളും പൊന്നിയാംകുറിശി സ്വദേശികളുമായ മുള്ളൻ മടക്കൽ ഹാരിസ്, മടത്തൊടി നജീബുദ്ദീൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 3 വൈകിട്ട് 4 പ്രതികളുടെ പരിചയക്കാരനെ ബിൻഷാദ് ആക്രമിച്ചതിലുള്ള വിരോധത്തിൽ രാത്രി 8 പൊന്നിയാംകുറിശിയിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് 1-ാം പ്രതി ഹാരിസ് ബിൻഷാദിനെ ആക്രമിച്ചതായി പോലീസ് പറഞ്ഞു. തുടർന്ന് നജീബുദ്ദീനെ വിളിച്ചു വരുത്തി രണ്ടുപേരും ചേർന്ന് നജീബുദ്ദീന്റെ കാറിൽ കയറ്റി പെരിന്തൽമണ്ണയിൽ കൊണ്ടുപോയി. അവിടെ ബാറിൽ കയറി മൂവരും മദ്യപിച്ച ശേഷം KSRTCക്ക് സമീപത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ നിന്നും പൊന്നിയാംകുറിശി ദുബായ് പടി വരെയുള്ള യാത്രക്കിടയിലും മർദ്ദിച്ചു. ആദ്യം ദുബായ് പടിയിൽ ഇറക്കിവിട്ടെങ്കിലും പിന്നീട് അബോധാവസ്ഥയിൽ കിടക്കുന്നതോടെ വീണ്ടും ബിൻഷാദിനെ കാറിൽ കയറ്റി ഇയാൾ താമസിച്ചു വന്നിരുന്ന പൊന്നിയാംകുറിശിയിലെ ഷെഡിൽ കിടത്തിയതായും പ്രതികൾ മൊഴി നൽകി. പിറ്റേന്ന് രാവിലെ ബിൻഷാദ് എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ട് കുഴഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടെന്ന വ്യാജേനെ പെരിന്തൽമണ്ണ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ബിൻഷാദിന്റെ മരണം കൊലപാതകമാണെന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത് പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളാണ്. തലയോട്ടി പൊട്ടി രക്തം കട്ടപിടിച്ചതായും വാരിയെല്ലുകൾ അടക്കം പൊട്ടിയതായും സാരമായ ആന്തരിക പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. തുടർന്നാണ് ബിൻഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചവരെ വിശദമായി ചോദ്യം ചെയ്തതും കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും. ന്യൂസ് 18 മലപ്പുറം. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തോപ്പുംപടി സ്വദേശി ബിനോയ് സ്റ്റാൻലിയെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്. തന്നെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിച്ചതിന്റെ വിരോധത്തിലായിരുന്നു കൊലപാതകമെന്ന് പ്രതിയായ അലൻ മൊഴി നൽകിയിരുന്നു. കേസിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും പ്രതി ഇക്കാര്യം വ്യക്തമാക്കി. പ്രതിയുടെ വീട്ടിലും കൊലപാതകം നടന്ന കടയിലുമാണ് തെളിവെടുപ്പ് നടന്നത്. പ്രതി അലൻ ജോസിന്റെ വീട്ടിലും കൊലപാതകം നടന്ന കടയിലുമാണ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത്. പ്രതി ഒളിവിൽ കഴിഞ്ഞ ഇടത്തും കൊലയ്ക്കുപയോഗിച്ച കത്തി വാങ്ങിയ നസ്രത്തിലുള്ള കടയിലും തെളിവെടുപ്പ് നടത്തി. അലനെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിച്ചത് കൊല്ലപ്പെട്ട ബിനോയ് സ്റ്റാൻലിയുടെ നേതൃത്വത്തിലാണ്. ബിനോയ് സ്റ്റാൻലിയുടെ ഭാര്യ ലഹരിക്കടിമയായ ആളുകൾക്ക് കൗൺസിലിംഗ് നൽകി വരുന്നുമുണ്ട്. ഇരുവരും ചേർന്ന് തന്നെ നാട്ടുകാരുടെ മുന്നിൽ മാനസിക രോഗിയായി ചിത്രീകരിച്ചെന്നാണ് അലന്റെ ആരോപണം. അതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് അലന്റെ മൊഴി. ബുധനാഴ്ച രാത്രി 7:45 ബിനോയ് സ്റ്റാൻലിയെ അലൻ കുത്തിക്കൊല്ലുന്നത്. കടയിൽ ചെന്ന് സംസാരിക്കുന്നതിനിടയിലായിരുന്നു കൊലപാതകം. 20 തവണയാണ് കുത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് ബ്യൂട്ടി പാർലർ ഉടമ സ്ഥാപനത്തിനുള്ളിൽ മരിച്ച നിലയിൽ. തൈക്കാട് നാച്ചുറൽ റോയൽ സലൂൺ എന്ന സ്ഥാപനം നടത്തിയിരുന്ന മാർത്താണ്ഡം സ്വദേശി ഷീലയാണ് മരിച്ചത്. തിരുവനന്തപുരം വെൺപാലവട്ടത്തെ ഹോട്ടലിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ദക്ഷിണ വ്യോമസേന ആസ്ഥാനം. വസ്തുത കണ്ടെത്തി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. ചടയമംഗലത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ മദ്യലഹരിയിൽ അക്രമം നടത്തിയ ആൾ കസ്റ്റഡിയിൽ. ഓയൂർ ചെറിയ വെളിനല്ലൂർ സ്വദേശി അജിയാണ് പിടിയിലായത്. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. മരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റ് ഡോക്ടർ എഴുതിയ മരുന്ന് തെറ്റി നൽകിയെന്നാണ് പരാതി. പണം നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. തൃക്കാക്കര സ്വദേശി ബോസ്കോയെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പോളിടെക്നിക് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഭീമനടി സ്വദേശി അഭിജിത്ത് ഗംഗാധരനാണ് മരിച്ചത്.
ആലപ്പുഴ മാവേലിക്കരയിൽ കൊച്ചുമക്കളെ മുത്തശ്ശൻ പീഡിപ്പിച്ച കേസും പിന്നീട് അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന മറ്റു വാർത്തകൾ. നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് 8 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് മാതൃപിതാവാണ്. കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 61കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻപൊക്കെ കൊച്ചുമക്കൾക്ക് കഥകളൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടുകാരെ പോലെയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും. ആ ഒരു നല്ല കാലം ഇനി എന്നാകും തിരിച്ചു വരിക? ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.